കലർത്തിക്കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ടെസ്റ്റ് ഡോസ് അത് ഗ്രീഷ്മ നടത്തിയിരുന്നു എന്ന് കൂടി കോടതി കണ്ടെത്തുകയാണ്. തീർച്ചയായും. പക്ഷേ അത് പ്രോസിക്യൂഷൻ അതിലേക്ക് കടന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിലേക്ക് കടക്കാത്തത് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനകം ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അന്വേഷിക്കാവുന്നുണ്ട്. എന്തായാലും 307 നിലനിൽക്കില്ല, അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോടതി മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. 4/3/2022 മറ്റൊരു വിവാഹം ഗ്രീഷ്മയ്ക്ക് ഉറപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. നെറ്റിൽ റിസർച്ച് നടത്തി പുലർച്ചെയാണ് അത് റിസർച്ച് നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള വിധി പ്രസ്താവത്തിന് മുന്നോടിയായി പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തെളിവായി ഗ്രീഷ്മയ്ക്കെതിരെ കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതായത് ഈ അറിവ്, അതായത് തനിക്കുണ്ടായിട്ടുള്ള അറിവ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഈ MA ഇംഗ്ലീഷുകാരിയാണ് ഇപ്പോൾ, അന്ന് BA പഠിക്കുന്ന ഒരു സാഹചര്യം. ഈ BA ഇംഗ്ലീഷിന് പഠിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി മൊബൈലിൽ സെർച്ച് ചെയ്ത് ഈ പാരക്കറ്റ് എന്ന് പറയുന്ന ഈ വിഷം ഏതെല്ലാം രീതിയിൽ ശരീരത്തെ ബാധിക്കും, എങ്ങനെ ശരീരത്തെ കവർന്നെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഈ ഫോണിൽ സെർച്ച് ചെയ്തിരുന്നു ഗ്രീഷ്മ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് അന്വേഷണ സംഘം കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ ഓരോ പഴുതുകളും അടച്ചുകൊണ്ടുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഒന്നൊന്നായി നിരത്തിയത്. ഇത് കൃത്യമായി കോടതി അംഗീകരിച്ചു എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണ് അതേക്കുറിച്ച് കോടതിയുടെ ഒരു പ്രതിവാദം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം, ഇനി നിമിഷങ്ങൾ മാത്രമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ലോകം കാത്തിരുന്ന ഒരു വിധി എന്ന് തന്നെ. കാരണം അപൂർവങ്ങളിൽ ഒരു അപൂർവമായിട്ടുള്ള കേസ് എന്ന് വേണമെങ്കിൽ കോടതി പറയുമെന്നും കൂടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾക്കത് പറയുന്ന പ്രായത്തിന്റെ ഇളവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഗ്രീഷ്മ മുന്നോട്ട് വെച്ചത്. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. താൻ MA ഇംഗ്ലീഷ് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യത്തിൽ തനിക്ക് പഠിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രായത്തിന്റെ ഇളവില്ല എന്ന് ഇപ്പോൾ വിധി പ്രസ്താവവുമായി തന്നെ വന്നിരിക്കുന്നു. ഷാരോണും അതേ പ്രായക്കാരനായിരുന്നു എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുന്നോടിയായി പറയുന്നു, പ്രായത്തിൽ ഇളവില്ല, ഗ്രീഷ്മയ്ക്ക് ഒരു തരത്തിലും ആ ഒരു ഇളവ് കൊടുക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ജഡ്ജി AM ബഷീർ പറഞ്ഞിരിക്കുന്നത്. ഷാരോണിനും അതേ പ്രായമായിരുന്നു, അതേ പ്രായമുള്ള ഷാരോണിനെയാണ് ഗ്രീഷ്മ കൊന്നത്. മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ സംശയിച്ചില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു പ്രണയത്തിന്റെ തീവ്രതയെക്കുറിച്ച് നമ്മൾ പങ്കുവച്ചതാണ്. കാരണം ഈ ഏറ്റവും അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കുവാൻ, അല്ലെങ്കിൽ ഗ്രീഷ്മയാണ് ഈ പാതകം ചെയ്തത് എന്ന് പുറത്തു പറയുവാൻ വേണ്ടി ഈ ഷാരോൺ തയ്യാറായില്ല എന്നുള്ളതാണ്. അത് ജഡ്ജ്മെന്റ് മുന്നോടിയായും അത് പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ആ ജഡ്ജ് കൃത്യമായി തന്നെ ഈ വിധിക്ക് മുന്നോടിയായി പറയുന്നത്. ആ ഒരു പ്രണയത്തിന്റെ തീവ്രത പ്രോസിക്യൂഷനും അത് തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ ഒരു പ്രണയത്തെ കൂടി, ഈ ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കുന്നതിനൊപ്പം ഒരു പ്രണയത്തെ കൂടിയാണ് ഈ ഗ്രീഷ്മ ഇല്ലാണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം ശരിവെച്ചുകൊണ്ട് പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമായത്. ഷാരോൺ അതുകൊണ്ടാണ് ഈ ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എന്തായാലും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി. അപ്പോൾ വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അത്തരത്തിലൊരു ഇളവുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുജയ, എന്തായാലും ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു ജഡ്ജ് കമന്റ് കൂടി വരുന്നു ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ മരണക്കിടക്കയിൽ കിടന്നുപോലും തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ താനാണ് ഈ പാതകം ചെയ്തതെന്ന് അന്വേഷണ സംഘത്തോട് ഗ്രീഷ്മയാണ് ഇത് ചെയ്തതെന്ന് പറയാൻ പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമാക്കിയത് എന്നുകൂടി ജഡ്ജ് പറയുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം ശരിവെക്കുകയാണ്. പ്രണയത്തിന്റെ പേരിൽ അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസം മരണമൊഴിയിൽ പോലും ഉണ്ടായിരുന്നു. ഷാരോൺ ഒരിക്കലും കരുതിയില്ല ഗ്രീഷ്മയാണ് തന്റെ ജീവൻ എടുത്തത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, വിശ്വാസവഞ്ചന കാണിച്ച ഒരു വ്യക്തിക്ക് ഉള്ള ഒരു ശിക്ഷാവിധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? തീർച്ചയായും. കാരണം ഈ ജഡ്ജ്മെന്റ് പരിശോധിക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ വിധി പ്രസ്താവത്തിന് മുന്നോടിയായിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ജഡ്ജി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഗ്രീഷ്മയ്ക്ക് എതിരായി തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ആസൂത്രണമായിട്ടാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമന്റായി ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഒപ്പം ഈ പ്രായത്തിൽ ഇളവ് നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഗ്രീഷ്മ എഴുതി നൽകിയ കാര്യത്തിൽ, അല്ലെങ്കിൽ
കത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. ആ പ്രായത്തിന് ഇളവില്ല. കാരണം ഷാരോണിനും ഇതേ പ്രായമായിരുന്നു, ഇതേ പ്രായമുള്ള ഒരു യുവാവായിരുന്നു ഷാരോൺ. ആ ഷാരോണിനെയാണ് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രായത്തിൽ ഇളവ് നൽകാൻ ആകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴി അങ്ങനെയാണ്. ഗ്രീഷ്മയെ സംശയത്തിൽ നിർത്താൻ തയ്യാറായിരുന്നില്ല ഷാരോൺ ഒരു കാരണവശാലും. അതെല്ലാം തന്നെ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സെക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത് എന്നുള്ള കമന്റുകൾ വരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അതായത് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ ജ്യൂസ് ചലഞ്ചിന്റെ സമയത്ത് ഉൾപ്പെടെ ഷാരോൺ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുവാൻ വേണ്ടി തയ്യാറായത്. അന്നേ ഷാരോണിന് എന്തോ സംശയമുണ്ടായിരുന്നു ഗ്രീഷ്മയിൽ എന്നുള്ളതിൽ കോടതി ഒരു കമന്റായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജ്യൂസ് ചലഞ്ചിന്റെ സമയത്തെ ഇത്തരത്തിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുവാൻ വേണ്ടി തയ്യാറായത്. അഗാധമായ പ്രണയമായിരുന്നു ഷാരോണിന് ഗ്രീഷ്മയോട് എന്നുള്ള ഒരു കാര്യം കൂടി ജഡ്ജി കമന്റായി പറയുന്നു. അഗാധമായ ഒരു പ്രണയമായിരുന്നു. ആ പ്രണയത്തെക്കുറിച്ച് ജഡ്ജി കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രണയത്തിന്റെ ആഴമാണ് ഈ ഒറ്റുകൊടുക്കാത്തതിൽ, അതായത് താനാണ് ചെയ്തതെന്ന്, ഗ്രീഷ്മയാണ് ചെയ്തതെന്ന് ഷാരോൺ ആശുപത്രി കിടക്കയിൽ വെച്ച് പോലും പറഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിടക്കാൻ പറ്റില്ല. കാരണം ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ഡോക്ടർമാർ നൽകുമ്പോഴും അത് അത്ഭുതത്തോടു കൂടിയാണ് ജഡ്ജി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിക്കണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായതാണ്. കാരണം